കേരളത്തിന്റെ ഏറ്റവും വലിയൊരു ഉത്സവം തന്നെയാണ് ആറ്റുകാൽ പൊങ്കാല. പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഒരു കൂട്ടായ്മയാണ്. അതെ, 25 ലക്ഷം സ്ത്രീകളാണ് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് തിരുവനന്തപുരത്ത് എത്തിച്ചേരുന്നത്. ഇത് വളരെ ഭംഗിയായി സുഗമമായി നടത്തിക്കൊണ്ടുപോവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിവിധ വകുപ്പുകളുടെ ഏകോപനവും പ്രവർത്തനവും ഒക്കെ അതിനകത്ത് പ്രധാനമാണ്. അതിൽ ഏറ്റവും പ്രധാനമാണ് കുടിവെള്ളം. 25 ലക്ഷം പേർ എത്തിച്ചേരുമ്പോൾ അവർക്ക് വേണ്ടതായ കുടിവെള്ളം എത്തിക്കുക എന്നുള്ളതാണ്. ഈ സമയത്ത് കേരളത്തിന്റെ തിരുവനന്തപുരത്തെ വാട്ടർ അതോറിറ്റിക്കാർ ചെയ്യുന്നത് ഇതിന്റെ ദിവസങ്ങൾ മുന്നേ തന്നെ എന്തെങ്കിലും പണികൾ ഉണ്ടാക്കിക്കൊണ്ട് ജലവിതരണം തടസ്സപ്പെടുത്തുക എന്നുള്ളതാണ്. ഇത്തവണ ഇത് തടസ്സപ്പെടുത്തുമ്പോൾ ഇവിടുത്തെ കോർപ്പറേഷൻ ഭരിക്കുന്ന BJP നേതൃത്വത്തെ പോലും ഇവർ പഴിയായിരുന്നുണ്ട്. അതിനുവേണ്ടി മനഃപൂർവ്വം ഉണ്ടാക്കുന്ന ഒന്നല്ലേ? തീർച്ചയായിട്ടും 100% ചേട്ടൻ പറയുന്നത് കറക്റ്റാണ്. എന്നാ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വെള്ളം കുടിക്കണത് കാണിട്ട്, പൊങ്കാല ഇടണ കാണിട്ടെന്നുള്ളൊരു ധിക്കാരപരമായ നിലപാടാണ് വാട്ടർ വർക്സിനുള്ളത്. ഒന്ന്, അതിലുള്ള ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ മിക്കതും ഈശ്വര വിശ്വാസമില്ലാത്ത എഞ്ചിനീയേഴ്സ് കുറച്ചു പേരുണ്ട്. 2, മന്ത്രി അത്തരത്തിൽ ഒരു നിലപാട് എടുക്കുന്നില്ല. തിരുവനന്തപുരം പോലുള്ള പട്ടണത്തിൽ അദ്ദേഹം എന്താണോ സത്യപ്രതിജ്ഞ ചെയ്ത് എല്ലാവരെയും തുല്യമായി കാണുന്ന രീതിയിലും ആരോടും പ്രീണനമില്ലാതെ എന്നുള്ള സത്യവാചകങ്ങളെല്ലാം ലംഘിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ ജനാധിപത്യ പ്രക്രിയയിൽ ഒരു തിരുവനന്തപുരത്തിന്റെ നഗരപിതാവ് ഒരു എഴുത്തു കൊടുത്താൽ, ഒരു അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ കൺസേൺ ലെറ്റർ കിട്ടി എന്ന് പറഞ്ഞൊരു റിക്വസ്റ്റ് ലെറ്റർ തിരിച്ച് ആതിഥ്യ മര്യാദ ലെറ്റർ അയക്കുന്ന പരിപാടി തിരുവനന്തപുരം നഗരത്തിന്റെ പിതാവാണ്. അത് മുഖ്യമന്ത്രിക്കായാലും റോസി അഗസ്റ്റിനായാലും എനിക്കായാലും ചേട്ടനായാലും ആറ്റുകാൽ പൊങ്കാല ഇടുന്ന അമ്മമാർക്കായാലും പിതാവാണ്. അത് ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന ഒരു നിയമത്തിൽ വരുന്ന വളരെ കെയർലെസ് ലാഘവത്തോടു കൂടിയല്ലേ ആ ലെറ്ററിനൊരു മറുപടി പോലും പുള്ളി അയക്കാത്തത്. അപ്പൊ കാലാകാലങ്ങളിൽ 45 വർഷം കൊണ്ട് ഈ പൊങ്കാലയിൽ നിന്ന് കിട്ടുന്ന വരുമാനവും ഈ പൊങ്കാലയിൽ നിന്ന് സമ്പാദിക്കുന്ന നേതാക്കളുടെയും വകുപ്പ് തലങ്ങളുടെയും ആണ് ഇപ്പോൾ അവരുടെ ആ അപകർഷതാബോധം പുറത്തു വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ ഇത് ചേട്ടൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ലോകത്തിലെ ഭാരതത്തിലെ ഗിന്നീസ് ബുക്കിൽ വന്ന് അതിന്റെ കണക്ക് വന്നിട്ട് 38 ലക്ഷമാണ്. ലിംഗ ബുക്കിൽ വന്നിട്ടിരിക്കുന്നത് 43 ലക്ഷമാണ്. ലോകത്തിലെ എല്ലാ സായിപ്പന്മാരും മതന്മാരും കോവളത്തിൽ വരുമ്പോൾ ഇത് വീക്ഷിക്കുവാനും ക്യാമറയിലാക്കുവാനും വിവിധ സംഘടനകൾ. കഴിഞ്ഞ പ്രാവശ്യത്തെ പൊങ്കാലയ്ക്ക് ഞാൻ റെഡ് ക്രോസിന്റെ വൈസ് ചെയർമാൻ ആയിരിക്കുമ്പോൾ എനിക്കറിയാം, റെഡ് ക്രോസിന്റെ സന്നദ്ധ സംഘടനയിൽ നിന്ന് ലെറ്റർ വന്നിട്ടുണ്ട് സഹായിച്ചു കൊടുക്കുവാൻ. നിങ്ങളുടെ ആംബുലൻസുകൾ, നിങ്ങളുടെ മെഡിക്കൽ സംവിധാനങ്ങൾ പ്ലീസ് ടു ഗോ ആറ്റുകാൽ ടെമ്പിൾ അമ്മമാർക്ക്. അവർ കണ്ടിരിക്കുന്നു. ഇന്റർനാഷണൽ റെഡ് ക്രോസ് സൊസൈറ്റി ഓഫ് ഇന്ത്യ ഇപ്പൊ ഇന്ത്യയിലുള്ള സംഘടനകൾ പറഞ്ഞതാണോ വാർത്താ മാധ്യമങ്ങൾ അറിഞ്ഞതാണോ എന്നല്ല. ലോകത്തിലെ ഏറ്റവും വലിയ ചാരിറ്റി യുദ്ധം നടന്നാൽ പോലും, ഇന്നലെ തന്നെ കണ്ടില്ലേ ഇവിടെ യുദ്ധം നടക്കുമ്പോൾ ഇറാഖിലും സന്നദ്ധ ബ്ലഡ് കൊടുക്കാനും അതിനും പ്രേതങ്ങൾ എടുക്കുവാനും റെഡ് ക്രോസിന്റെ ആൾക്കാർ അവരാവശ്യപ്പെട്ടിരിക്കുന്നു. വേണ്ട സഹായം റെഡ് ക്രോസിന്റെ തിരുവനന്തപുരത്തുള്ള സന്നദ്ധ സേവനത്തിന് വേണ്ടി ചെല്ലണമെന്ന്. പക്ഷെ ഇവിടുത്തെ ഉള്ളവർക്ക് ശകലം പോലും മാന്യതയോ ഒരു തിരുവനന്തപുരത്താക്കുന്ന ഒരു സാംസ്കാരികമെന്നോ ഇത്രയും സ്ത്രീ ജനങ്ങൾ വന്നുകൂടുന്ന സ്ഥലത്ത് വേണ്ട പ്രാഥമിക കൃത്യം നിർവഹിക്കണമെന്നോ കോർപ്പറേഷനെ ഒഴിച്ചു വച്ചാൽ വകുപ്പ് തല ഏകോപനം ഇവർ നടത്തിയിട്ടില്ല. കാരണം ഈ ആറ്റുകാൽ ഭഗവതിയുടെ പേരിലുള്ള വെട്ടിപ്പാണ്. ഒരു വീട് വയ്ക്കുമ്പോൾ തന്നെ നമ്മൾ ആവശ്യം എന്താണ്? പ്രാഥമിക ആവശ്യം വീട്ടിൽ ജലം, കറണ്ട്, ഇതൊക്കെയല്ലേ നമ്മുടെ പ്രാഥമികം. അപ്പൊ ഇവിടെ വരുന്ന അമ്മമാരുടെ ടോയ്ലറ്റ് സംവിധാനത്തിന് പോണതിനും മറ്റ് കുളിക്കേണ്ട സൗകര്യങ്ങളും ശുദ്ധജലം ആ അമ്മയുടെ പൊങ്കാല അർപ്പിക്കുന്ന കലത്തിൽ ഒഴിക്കുവാൻ, ബാക്കിയുള്ളത് എങ്ങനെയെങ്കിലും ക്ഷേത്ര കുളങ്ങളുണ്ട് മുങ്ങാം, കരമനയാറുണ്ട്, കിള്ളിയാറുണ്ട്, കുളിക്കാം. പക്ഷെ ശുദ്ധമായ ജലം കലത്തിലൊഴിക്കണ്ടേ? അപ്പൊ വില്ലിംഗ്ടൺ വാട്ടർ വർക്ക്സ് എന്ന് പറയുന്ന പ്രഭു ചെയ്ത അന്നും ഈ വാട്ടർ വർക്ക്സ് ഇന്നും അത് പണി നടത്തിയിട്ടില്ല. ഇവർക്ക് ഈ പണി പൊങ്കാല ദിവസങ്ങളിൽ മാത്രമേ ഉള്ളൂ. വാട്ടർ വർക്ക്സിന്
365 ദിവസം കേരളത്തിലും ഭാരതത്തിലും ലോകത്തും ഉള്ളപ്പോൾ ആറ്റുകാൽ പൊങ്കാലയുടെ ഒരാഴ്ച ആകുമ്പോൾ മാത്രമേ അവർക്ക് വാൾവിനകത്ത് വെള്ളം ഏറ് കയറുകയുള്ളൂ, അല്ലെങ്കിൽ കറണ്ടുകൾ പൊട്ടുകയുള്ളൂ. ഇതൊരു അപാര വിരോധാഭാസമാണ്. ഇത്തരം പണി ചെയ്യുന്നവന്മാർക്ക് പ്രപഞ്ചത്തിലൊരു ശക്തി എന്ന് പറയുന്നത് അമ്മയായിട്ട് നമ്മൾ ആരാധിക്കുന്നു. ഈ ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുത്തിരിക്കും, അമ്മമാരെ കുടുംബത്തിന് കൊടുത്തിരിക്കും, അതിനകത്തൊരു സംശയമില്ല. കാരണം അനുഭവങ്ങളുള്ള ഒരുപാട് ഉദ്യോഗസ്ഥർ, ഇലക്ട്രിസിറ്റി ബോർഡ് ഉള്ളവർ ഇപ്പൊ അനുഭവിക്കുന്നത് നമുക്കറിയാം. അപ്പൊ ഈ ഒരു മാമാങ്കം എന്ന് പറയാം. തിരുവനന്തപുരം ശബരിമല കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങളുടെ ശബരിമലയായിട്ട് ആരാധിക്കുന്നത് ആറ്റുകാൽ ക്ഷേത്രമാണ്. ഇന്ന് രാത്രി മുതൽ നാളെ വരെ അവർ ഈ സ്ത്രീ ജനങ്ങൾ ഇവിടെ തമ്പടിച്ചു കൂടും. ഇപ്പൊ ഗൾഫിൽ നിന്ന് വരെ ഉണ്ട്. ഗൾഫിൽ യുദ്ധമായതുകൊണ്ട് ഫ്ലൈറ്റിൽ വരുന്നില്ല. അവർക്ക് ഒരുപാട് അമ്മമാർക്ക് നിരാശയാണ്. വർഷങ്ങളോളം എയർ ഇന്ത്യയിലും ഗൾഫ് എയറിലും എമിറേറ്റ്സിലും വന്ന് പൊങ്കാലയിട്ടിട്ട് തിരിച്ചു പോകുന്ന സഹോദരിമാരും അമ്മമാരുമുണ്ട്. ട്രെയിൻ സൗകര്യം ഇന്ന് തന്നെ രാവിലെ അശ്വിനി വൈഷ്ണവ് കേന്ദ്ര റെയിൽവേ വകുപ്പ് മന്ത്രി പ്രത്യേകിച്ച് 13 ട്രെയിനാണ് മധുര വഴിയും കർണാടകത്തിന്റെ മംഗലാപുരത്തു നിന്നും നമ്മുടെ സേലം വഴിയെല്ലാം തിരുവനന്തപുരത്തേക്ക് വിട്ടിരിക്കുന്നത്. അപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് വേണ്ട രീതിയിലുള്ള സഹായങ്ങൾ, യാത്രാ സൗകര്യം ചെയ്തു കൊടുക്കുമ്പോൾ തലസ്ഥാനം എന്നുള്ള നിലയിൽ സർക്കാർ ഇത്തരം ദേശീയോത്സവങ്ങളെ മുഖം തിരിച്ച് കാണിക്കുന്നതിൽ വളരെ അവജ്ഞയായിട്ട് തിരുവനന്തപുരം ജനത എടുക്കും. ഈ ഒരു സർക്കാരിന്റെ നിലപാട് വാട്ടർ വർക്സിന്റെയും വൈദ്യുത ബോർഡിന്റെയും മറ്റ് ഇതര ഡിപ്പാർട്ട്മെന്റുകളുടെയും അസംബ്ലി തിരഞ്ഞെടുപ്പിൽ ജനം അറിഞ്ഞു തന്നെ പെരുമാറും. അത് വിശിഷ്യ തിരുവനന്തപുരം നിവാസികളായ അമ്മമാർ. ഈ കഴിഞ്ഞ തവണ ഇതുപോലെ വാട്ടർ അതോറിറ്റിയുടെ പ്രശ്നമുണ്ടായതാണ്. ഇത്തവണ കുറച്ചുകൂടെ രൂക്ഷമായി. കാരണം ഈ നിരവധി റെസിഡൻസ് അസോസിയേഷനുകൾ പോലും തെരുവിൽ ഇറങ്ങുകയും ചെയ്തു. അതെ, വെള്ളം ഇല്ലാത്തതിന്റെ പേരിൽ. റോഷി അഗസ്റ്റിന്റെ വസതിക്ക് മുന്നിൽ ധർണ നടത്തി. അതെ. അപ്പം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ, അതായത് BJP ആണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്, ഇവരെ കരുതേച്ച് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമവും ഇതിന്റെ പിന്നിൽ നടത്തുന്നുണ്ട്. ആണ്. അതിൽ പല നേതാക്കന്മാരുടെയും പൊതുയോഗങ്ങളിൽ നമുക്ക് ശ്രദ്ധിക്കാമല്ലോ. ഒരു തിരുവനന്തപുരം നഗരസഭയിലേ കിട്ടിയിട്ടുള്ളൂ അവർക്ക്. അവർ ഭരിക്കുമ്പം കാണാം. അപ്പൊ കാണാമെന്ന് പറയുന്ന ആ ഒരു ഇതിൽ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. നമുക്ക് ചിന്തിച്ചു നോക്കാം. അപ്പൊ വകുപ്പുകൾ, പഞ്ചായത്തും കോർപ്പറേഷന്റെ വകുപ്പുകളും വെള്ളവും കറണ്ടും PWD എല്ലാം അവരുടെ കയ്യിലാണ്. അവരുടെ സഹായമില്ലാതെ മേയർക്കൊന്നും ചെയ്യാൻ ഒക്കുകയില്ലെന്നുള്ള ചിന്തയുടെ ധ്വനിയാണ് കാണാം എന്നുള്ളത് വരുന്നത്. പക്ഷെ ഒരു ബിഗ് സല്യൂട്ട് തിരുവനന്തപുരം മേയർക്ക് കൊടുക്കണം. അദ്ദേഹം അത് പുല്ല് വില പോലെ എടുത്ത് കളഞ്ഞുകൊണ്ട് 210 ടാങ്കറുകൾ അദ്ദേഹം പത്തനംതിട്ടയിൽ നിന്നും കൊല്ലത്തു നിന്നും വരുത്തി എല്ലാ വാർഡുകളിലും ആറ്റുകാൽ ഉള്ള പൊങ്കാല നടക്കുന്ന പ്രദേശങ്ങളിൽ ഈ 2 ടാങ്കറുകൾ ഫുൾ ടൈം ശുദ്ധജലത്തിന് വേണ്ടി മാത്രം. അത് കഴിഞ്ഞിട്ട് പ്രൈവറ്റ് സന്നദ്ധ സംഘടനകൾ, സേവാഭാരതി, ഇന്നലെ ഉച്ച മുതൽ സേവാഭാരതിയുടെ ഏകദേശം 130 പരം വണ്ടി ലോറികൾ ബുക്ക് ചെയ്ത ടാങ്കിൽ വെള്ളം സേവാഭാരതി കൊടുക്കുന്നു. ഇന്നലെ രാത്രി അവരുടെ നഗരത്തിന്റെ ക്ലീനിങ്. കഴിഞ്ഞ വർഷം മേയറൊക്കെ ഇരുന്ന സമയം, ഇടതുപക്ഷ മേയർ ഇരുന്ന സമയത്ത് ഒരു ഓട്ടിച്ചൊരു തൂപ്പുണ്ടായിരുന്നു. ഈ നഗരത്തിൽ ഇങ്ങനെ വെള്ളം റോഡ് ഒഴിക്കുന്ന വണ്ടി പോകുമായിരുന്നു. അതിന് പകരം സേവാഭാരതിയുടെ സന്നദ്ധ പ്രവർത്തകർ നല്ല പ്രവർത്തനം ചെയ്തു. അതുകൊണ്ട് മേയർ എടുക്കുന്ന തീരുമാനം നല്ലതാണ്. രേഖാമൂലം ലെറ്റർ കൊടുത്തു, ഇവിടെ സഹായിച്ചിട്ടില്ല. മേയർ ചെയ്യേണ്ട ഇനി ഒരു കാര്യം, ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തണം. കാരണം വാട്ടർ വർക്സിന് കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി 200 കോടി രൂപ കേന്ദ്ര ജല മിഷൻ കൊടുത്തിട്ടുണ്ട്. ഈ അഴുക്ക പൈപ്പുകൾ മാറ്റി പുതിയ പൈപ്പുകളും വാർഡ് തലത്തിൽ ശുദ്ധജലം എത്തിക്കേണ്ട ഇത് കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്ന കാശാണ്. അല്ലാതെ റോസി അഗസ്റ്റിയുടെ കുടുംബത്തിൽ നിന്നും കൊണ്ടുവരുന്ന കാശല്ല. ഇടതുപക്ഷ സർക്കാരിന്റെ നേതാക്കളുടെ കാശുകളൊന്നും അല്ല. കേന്ദ്ര ഗവൺമെന്റ് തിരുവനന്തപുരം അർബൻ നഗരത്തിന്റെ 200 കോടി രൂപ എന്ത് ചെയ്തു? വെള്ളത്തിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ കഴിഞ്ഞ മേയർക്ക് കൊടുത്ത പൈസ എന്ത് ചെയ്തു? ഇതിനൊരു വിശദീകരണം ആഡിറ്റ് ആൻഡ് കൺട്രോൾ ചോദിക്കണം. ഇവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം. അപ്പൊ ഈ പൊങ്കാലയെ അട്ടിമറിക്കുവാൻ സംസ്ഥാന ഗവൺമെന്റും ജലവകുപ്പും മറ്റു വകുപ്പുകളും ശ്രമിക്കുന്നത് ബഹുമാനപ്പെട്ട മേയർ തരണം ചെയ്തുകൊണ്ട് സന്നദ്ധ സംഘടനകളുടെ സഹായത്തോടുകൂടി പൊങ്കാല അമ്മയുടെ ശക്തിയോടുകൂടി നല്ല രീതിയിൽ തന്നെ നടക്കും. അതിന് യാതൊരു സംശയവുമില്ല.